അപ്പോൾ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി ആരാണ്? അമ്മയാണ്. അമ്മയുടെ ജീവിതം മുഴുവനും അപ്പോസ്തലന്മാർ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവ് പുനരുദ്ധാനം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ എല്ലാവരും മഗ്ദലന മറിയം ഉൾപ്പെടെ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ്. അമ്മയുടെ ജീവിതം തന്നെ പുനരുദ്ധാനത്തിൻ്റെ ജീവിതം സാക്ഷിയായിട്ട് ജീവിക്കുകയാണ്. എന്താ കാര്യം? കർത്താവ് അരുളി ചെയ്യുന്നത് 1:33 പറഞ്ഞു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ, അതായത് 1:33 എന്താ പറഞ്ഞത്? വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ 16-14 വായിച്ചു. ആ വരാൻ പോകുന്ന കാര്യങ്ങളാണ് മാലാഖ 1:33 പറയണത്. എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായില്ലെന്ന്, അവൻ മരിച്ചാലും പുനരുദ്ധാനം ചെയ്യുമെന്ന്. അതാണ് എലിസബത്തിന് വീട്ടിൽ 1:45 ലൂക്ക പറയണത്. മേരി, നീ ബ്ലെസ്സഡാണ്. എന്താണ് കാരണം? കർത്താവ് നിങ്ങളുടെ അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. അതായത് എന്താണ് വിശ്വസിച്ചത്? കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ നീ വിശ്വസിച്ചു. അവൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മറിയം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത്. ഈശോയെ കാണാതെ വരുമ്പോൾ ഞാനും നിൻ്റെ അപ്പനും കൂടി എന്തുമാത്രം നിന്നെ അന്വേഷിച്ചെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അപ്പം ഈശോ പറയും, മേരി, യു നോ ഇറ്റ്. നിങ്ങൾക്കറിയാം. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്ന് വെച്ചാൽ അറിയാവുന്നവയ്ക്ക്